അതായത് കുട്ടികളുടെ ഇങ്ങനത്തെ ഒരു അഭിരുചികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്ക് പാരന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. അതെ അതെ. ഇവര് തന്നെ ഇതൊക്കെ പ്രോഗ്രാം ചെയ്ത് വണ്ടീനെ ഓടിക്കും അല്ലേ? അതെ അതെ, ഇവരെന്നെ ചെയ്യും അത്. തിരിഞ്ഞളാ അതനുസരിച്ച് ഇങ്ങനെ പോകും. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ കുറെ കുട്ടികള് റോബോട്ടിക്സിന്റെ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മള് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് 2 വീഡിയോ ചെയ്ത് ഒരു റീഫർബിഷ്ഡ് ലാപ്ടോപ്പിൻ്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പൊക്കെ റെൻറ്റിന് കൊടുക്കുന്നൊരു സ്ഥാപനത്തെക്കുറിച്ച്. വീണ്ടും ആ സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നെറ്റ്കോം. അതിൻ്റെ തന്നെ മറ്റൊരു ഡിവിഷനായ നെറ്റ്കോം അക്കാഡമിയിലാണ്. അതായത് നമ്മുടെ മക്കളെയൊക്കെ ഉണ്ടല്ലോ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. വേണ്ട പരിശീലനങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥാപനമാണ് നെറ്റ്കോം അക്കാഡമി. മഹീൻ ഇതിൻ്റെ ഈ ഒരു അക്കാഡമിയുടെ ഒരു ഡയറക്ടറാണ് അല്ലേ? ഡയറക്ട് ഹെഡാണ്. ഇതിന്റെ ഹെഡാണ്, എല്ലാം ഒന്നിനാണ്. അപ്പൊ എന്തായാലും മാഹിൻ നമുക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ ഈ നെറ്റ്കോം അക്കാഡമിയിൽ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ കുറെ കുട്ടികൾ റോബോട്ടിക്സിന്റെ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. എന്താണ് മാഹിൻ ഇവിടെ നടക്കുന്നത്? ഇത് ആക്ച്വലി നമ്മളൊരു AI ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ലൈക്ക് AI എന്ന് പറയുമ്പോൾ നമുക്ക് റോബോട്ടിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡാറ്റാ സയൻസ്, 2 രീതിയിൽ നമുക്ക് ചേർക്കാം. അതുപോലെ ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഒരു 7 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് പഠിക്കാം. അവർ സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അതെ അതെ. അതായത് കുട്ടികളുടെ ഇങ്ങനത്തെ ഒരു അഭിരുചികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്ക് പാരന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. അതെ അതെ. യെസ്. അപ്പൊ ഇത് ഈ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ആക്ച്വലി നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 99, ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുന്നത് 99 റുപ്പീസിന് ഒരു വർക്ക്ഷോപ്പ് നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തന്നെ ലൈക്ക് അറിയാൻ പറ്റും എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് റോബോട്ടിക്സിൽ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഒരു ഐഡിയ കിട്ടും. ആ വർക്ക്ഷോപ്പിൽ 2 hours വർക്ക്ഷോപ്പിന് പാരന്റ്സിന് ആകെ ചെലവാകുന്ന 100 രൂപ, 95 രൂപ അല്ലെ? ഒന്ന് കഴിഞ്ഞ് അപ്പൊ പിള്ളേർ പറയും എനിക്ക് ഇന്ത്യയിൽ പോയി കോഴ്സ് പഠിക്കണം, അതൊക്കെ പഠിക്കണം. അവർക്ക് ഇതിനോട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ പിള്ളേരുണ്ട് കേട്ടോ. ഞാൻ മാസം ഇവിടെ ഒരുപാട് പിള്ളേരുണ്ട്. ഇവരിരുന്ന് ഇങ്ങനെ നമുക്ക് മഹേന്ദ് ഇവിടെ തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ഇവിടെയും ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ഇത് വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പാണ്. അപ്പൊ ഇവിടെ കുറെ പിള്ളേര്. മക്കളെടാ അങ്ങളൊന്ന് കയറിക്കോട്ടെ. യെസ്. ഇവര് തന്നെ ഇതൊക്കെ പ്രോഗ്രാം ചെയ്ത് വണ്ടീനെ ഓടിക്കും അല്ലേ? അതെ അതെ, ഇവരെന്നെ ചെയ്യും അത്. ആണല്ലേ? മോനെ എങ്ങനെയാണ് പരിപാടി? അടിപൊളിയാണോ? എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇതില് ഒരു സൗണ്ട് വെച്ച് കസ്റ്റമൈസ് സോങ് വെച്ചിട്ട് ഇങ്ങനെ ആ സൗണ്ട് കേൾക്കാൻ പറ്റും ബസറിനകത്ത് കൂടി. ആണോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇതൊക്കെ പഠിക്കാൻ? അല്ലാ. അപ്പൊ ഈ വണ്ടി ഓടിക്കുവോ? അതെ. ഇതിപ്പോ എത്ര നാളായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 3 മാസമായി. 3 months ആയില്ല. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ അടിപൊളി. ഇവനൊക്കെ ഭാവിയിലെ റോബോട്ടിക്സിനൊക്കെ ഒന്ന് ഓടിച്ച് ഞങ്ങളൊന്ന് കാണട്ടെ, എന്റെ പരിപാടി ഒന്ന് കാണട്ടെ. മഹിനെ, കോഡിംഗ് എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര വലിയ ഇതൊന്നും അല്ല. അല്ല, പിള്ളേർക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് പരിപാടിയാണ് അല്ലേ? മൗസ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാം. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇത് വെച്ചാലേ ഇവന്മാര് 2 മണിക്കൂർ ആഴ്ചയിൽ 2 മണിക്കൂർ ഇങ്ങനെ എൻഗേജ് ചെയ്താല് ഇവന്മാരുടെ വേറെ ഇങ്ങനത്തെ കഴിവുള്ള ഒരുപാട് മക്കളുണ്ട്. ചില പിള്ളേരൊക്കെ ഇല്ലേ പഴയ ഇലക്ട്രിക് കാറൊക്കെ അഴിച്ചിട്ട് മോട്ടർ കണ്ടുപിടിക്കുന്ന പരിപാടി ഞാൻ ചെറുപ്പത്തിൽ ഇരുന്നോണ്ട്. അപ്പൊ ഇവന്മാരൊക്കെ ഇപ്പൊ റോബോട്ട് വെച്ചാൽ കളിക്കണം. ഓടിക്കണം. നമ്മുടെ മക്കളുടെയൊക്കെ അഭിരുചി കാര്യങ്ങളൊക്കെ ഇത് സത്യം പറഞ്ഞൊന്നും ആലോചിച്ച് ഇനി നാളെ പോവാം. ഇത് നമ്മൾ പിടിക്കുന്നതനുസരിച്ച് താഴത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടും. ഡിസ്റ്റൻസ് അനുസരിച്ച് ഇതിലൂടെ പ്രോഗ്രാം ചെയ്യാൻ പഠിപ്പിക്കലാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. ഞാനേ ഇവിടെ ഒരു ഭയങ്കര റോബോട്ട് അറിയാവുന്ന ഇവനോടൊരു കാര്യം ചെയ്യണം. മോനെ നീ പഠിക്കാൻ പറ്റും എങ്ങനെയുണ്ട്? നീ പറ. പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? പഠിച്ചിട്ട് നല്ലതാണ്. ആണോ? നിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാ. നീ എന്താ പഠിച്ചത്? ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള സെർവോ മോട്ടറാണ്. സെർവോ മോട്ടർ എന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടല്ലോ, ഇതിനെ തിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു മോട്ടർ ഉണ്ടായി. ഇതിനെയാണ് സെർവോ മോട്ടർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും. അതിനുള്ള കോഡാണ് ഇത്. അതില് ഞാനിപ്പോ 2 എണ്ണേ പഠിച്ചുള്ളൂ. ഇപ്പൊ 1 മാസമേ ആയുള്ളൂ. മതിയല്ല ഒന്ന് പഠിച്ചേ നീ. നമ്മുടെ മക്കളെയൊക്കെ തിരിഞ്ഞളാ അതനുസരിച്ച് ഇങ്ങനെ പോകും. റോബോട്ടിന്റെ തലയാണോ അത്? തലയില് വേറെ ഹെഡ്. നീ ഹെഡ് എന്ന് പറയാൻ നമ്മളെ തലേന്ന് പറയും. അപ്പൊ എന്തായാലും നല്ലപോലെ പഠിക്കട്ടാ. താങ്ക്സ് കേട്ടാ.
അപ്പൊ നീ ഇന്ത്യ എന്നുള്ള ഭയങ്കര എലോൺ മസ്ക് ആയി മാറും കേട്ടോ. നീയും കൂടെ പോണോട്ടാ കേട്ടാ. ഇവിടെ വേറൊരു ആളിരിപ്പുണ്ട്. ഇയാള് എക്സ്ട്രീമില് വേറൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ 2 കാര്യങ്ങൾ കുട്ടികളിൽ നടക്കും. ഒന്ന്, അവരുടെ എൻഗേജ്മെന്റ് കൂടും, അവരുടെ ബന്ധങ്ങൾ മാറും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, മക്കൾ വീട്ടിൽ നിന്ന് വെറുതെ ഭയങ്കര വില്ലണ. അതാണ് ഞാൻ ഈ സാധനം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ എന്തൊക്കെയെന്ന് പറയാം, സെക്കൻഡുകൾക്കകം ഈ സാധനം സെറ്റ് ചെയ്യും. അല്ല മോനെ, ചെയ്തേ, അങ്കിളൊന്ന് കാണിച്ചേ, അങ്കിളിന്റെ ആൾക്കാരൊക്കെ നീ ഒന്ന് കാണിച്ചേ. നോക്കണണ്ടാ, മാഷാ അല്ലാ. കുട്ടികളെ അല്ല മാഹിന് ഇതിന് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് പോർഷൻ ഞാൻ പറഞ്ഞല്ലേ, കുട്ടികളെ എൻഗേജ്ഡ് ആവും അല്ലേ, അവരുടെ ടേസ്റ്റ് വേറെ രൂപത്തിലേക്ക് മാറും. എൻഗേജ്ഡ് എന്ന് മാത്രമല്ല, സ്റ്റെം സ്റ്റഡി ആണ്. അവർക്ക് റിയൽ കയ്യിൽ സാധനങ്ങൾ കിട്ടിയിട്ട് ചെയ്യാന്ന് പറയും. ഓക്കെ അപ്പൊ കഴിയും, ഇപ്പൊ സാധനം കഴിയും. അതിന്റെ ബ്രില്യൻ മൂവാണല്ല. എത്ര സെക്കൻഡ് തീരുവിടാൻ മോനെ നീ? കുഴപ്പമില്ല, എങ്കിലും നടക്കട്ടെ. അയ്യോ, എന്താ ജപ്പനാണ് ഇഷ്ടമാണോ പഠിക്കാൻ വരാൻ? ഇഷ്ടമാണ് ഇത്. എങ്ങനെയെങ്കിലും ശനിയാഴ്ച ആയാൽ മതി എന്ന് ആലോചിക്കായിരിക്കും അല്ലേ ഇവിടെ വരാനായിട്ട് അല്ലേ? ശനി ഞായർ വരുമോ? ശനിയാഴ്ച അടി ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമോ? എന്ത് ചെയ്യും? എനിക്കൊരു പഴയ കമ്പ്യൂട്ടർ ഉണ്ട്, അതിനകത്ത് ചെയ്ത് ഇവിടെ പഠിപ്പിച്ച കാര്യമൊക്കെ ചെയ്യുമല്ലേ? അടിപൊളി. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് റൂമിലേക്ക് ഒന്ന് പോലെ നമുക്കിന്ന് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് അവിടെ. ഇതും ഈ പറഞ്ഞ പോലെ ഈ കുട്ടികൾ ഇങ്ങനെ പഠിക്കാൻ വന്നിരിക്കുന്ന ആളാണ്. പറഞ്ഞല്ലോ, വീക്കെൻഡ്സിൽ നമ്മൾ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് വെറും 99 രൂപ അവർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അവർക്ക് ഇതിൽ ലൈക്ക് എന്താ പറയുക, അഭിരുചി, അവരെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് അത് 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ. അപ്പൊ ഈ 2 മണിക്കൂർ കൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ആൾക്ക് റോബോട്ടിനോട് ഇഷ്ടമുണ്ടോ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ കുറെ കോഡിങ് കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിക്കുന്നു. ഈ വണ്ടിയൊക്കെ നമ്മൾ ഡെമോ കൊടുക്കുമല്ലോ? ഡെമോ, അതായത് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. ആണല്ലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാരന്റ്സ് എന്താണ് അപ്പൊ ചെയ്യേണ്ടത്? നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു അക്കാദമിക് കൗൺസിലർ ഉണ്ട്, ആള് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അവർക്ക്. ആണല്ലേ? അതിനുശേഷം നമുക്ക് ഒരു 4 മന്ത് ഫസ്റ്റ് പ്രൊജക്ടുകളായിട്ടാണ് നമുക്കിപ്പോ കറന്റിൽ ഒരു 8ഓളം പ്രൊജക്ടുകളുണ്ട്. അപ്പൊ ഇവരെ പ്രായത്തിന് പറ്റിയത് അതിന്റെ മുകളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ലൈക്ക് 8ഓളം പ്രൊജക്ടിൽ നമുക്ക് 4 മന്ത് ഡ്യൂറേഷൻ ഉള്ള ഓരോ പ്രൊജക്ട് മന്ത്ലി എന്ത് കോഴ്സ് നമുക്ക് അറൌണ്ട് 2000 റുപ്പീസ് ആണ് മന്ത്ലി. നമുക്ക് ഇവിടെ 4 ക്ലാസ്, ആഴ്ചയിലല്ല, ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് 2 മണിക്കൂർ അങ്ങനെയാണ്. സാറ്റർഡേ സൺഡേ അവരുടെ എന്താണോ ടൈം ചൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മൊബൈൽ ലോകത്ത് നിന്ന് പിള്ളേർക്ക് വേറെ എൻഗേജ്മെന്റ് ആവും അല്ലേ? ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വേറെ എൻഗേജ്മെന്റ് മാത്രമല്ല, അവരുടെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചെറുത് പറഞ്ഞിരുന്നു, 18 വയസ്സായിട്ട് ഒരു കരിയറിലേക്ക് പോകുന്നതിന് നല്ലത് ഇപ്പോഴേ അവരുടെ ആ ഒരു എൻഗേജ്മെന്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. നമ്മുടെ IIT ആണ്, മദ്രാസിൽ പഠിക്കുകയാണ് ഇപ്പോൾ ആള്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ട്രെയിനറാണ്. ആണല്ലേ? ഡാറ്റാ സയൻസ് ആണ് മാഷ. ഇപ്പൊ കുട്ടികളുടെ ഒരു താല്പര്യമൊക്കെ എങ്ങനെയുണ്ട് ഇതൊക്കെ പഠിക്കാനൊക്കെ? എല്ലാവർക്കും റോബോട്ടിക്സിനോട് നല്ലൊരു താല്പര്യമാണ് കാണിക്കുന്നത്. ആണല്ലേ? മൊത്തത്തിൽ ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ മൊത്തം റോബോട്ടിക്സും ഒരു AI റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവര് വലുതായിട്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും റോബോട്ടിനെ ഇട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുള്ള അവരെ അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇപ്പോഴേ നമ്മള് വേണം ഇവരെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ. പിള്ളേർക്ക് താല്പര്യമുണ്ട്. അതെ, താല്പര്യമില്ല എല്ലാവർക്കും. നോക്കേ, താല്പര്യമുള്ള ഭയങ്കര താല്പര്യമുണ്ട്. ടീച്ചർ ഇതിന്റെ ആളാണ്. ടീച്ചർ എങ്ങനെയുണ്ട്? കുട്ടികളുടെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് മൊത്തത്തിൽ പിള്ളേരെ പഠിക്കാൻ? വളരെ നല്ല അഭിപ്രായമാണ്. ആണല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. പിന്നെ ഇവരുടെ ഒക്കെ തോട്ട്സ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ആക്ച്വലി ഒന്നും അല്ലാന്ന് തോന്നിപ്പോകും. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് ഇവരൊക്കെ തിങ്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജനറേഷൻ അല്ലേ? നമ്മളൊരു ആള് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആളുടെ ഐഡിയ എന്ന് പറയുന്നത് ആളുടെ ഫാദർ ലൈക്ക് എന്താ ട്രേഡിങ് ചെയ്യുന്ന ആളാണ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ്. അപ്പൊ അതിന്റെ ഒരു റോബോട്ട് ആൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് വേണം. റോബോട്ട് കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കാനാണ്. അതെ. മോനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല, ഇഷ്ടമായതൊക്കെ പഠിക്കാൻ. ആ അപ്പൊ എന്തായാലും കുട്ടികൾ എന്തായാലും ഭയങ്കര താല്പര്യമുണ്ട് ഇതൊക്കെ പഠിക്കാനും കാര്യം. അപ്പൊ നമുക്ക് മാഹിന്റെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, നമ്മളിപ്പോ ഈ സെന്റർ എറണാകുളത്താണുള്ളത്. അതെ. നമുക്ക് എവിടെയൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, അതേപോലെ എറണാകുളത്തുണ്ട്. ഇനി നമ്മൾ 8ഓളം ബ്രാഞ്ചസ് നെറ്റ്കോമിനുണ്ട്. അവിടെയൊക്കെ നമ്മൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓൺലൈൻ ഉണ്ടോ? ഓൺലൈൻ അവൈലബിൾ ആണ്. ആണല്ലേ? അതെ. ഫീസിബിൾ ആയിട്ടുള്ള അതായത് ഡെയിലി ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡാറ്റാ സയൻസിലൊക്കെ നമുക്ക് 18+. എന്റെ കാഴ്ചപ്പാട് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന് പഠിക്കണം. അതെ. ആ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഒരു വേറൊരു ഫീൽ. അതെ, ആ എൻഗേജ്മെന്റ് ആണ് അവർക്ക്. അതെ. ആ ഈ വണ്ടി ഞാൻ കൊണ്ടുപോകട്ടെ, എനിക്ക് നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടാ. ഇയാളൊക്കെ ആളാണ്. അതെ. നമ്മളിവിടെ വരുമ്പോഴേ പിള്ളേരോട് സംസാരിക്കുമ്പോഴേ പിള്ളേർക്ക് ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ട് അല്ലെ, ഇൻട്രസ്റ്റ് അവരുടെ മുഖത്ത് തന്നെ അത് കാണാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് വളരെ സന്തോഷം. കുട്ടികൾ ഇതൊക്കെ പഠിച്ച് ഇവരൊക്കെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അതെ അല്ലേ? അതെ. അതെന്തായാലും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.